വെൽക്കം ബാക്ക് ഡിയർ ബ്യൂട്ടിഫുൾ സോൾസ്. നമുക്കിന്നൊരു റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കാം. നമ്മളുടെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. പിന്നെ ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകളിൽ എപ്പോൾ എത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഹൈപ്പ് ഒക്കെ ചെയ്യാൻ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു. എല്ലാവരും ചെയ്യുന്നുണ്ട്, താങ്ക് യു. എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, ഒരു തേർഡ് പാർട്ടി മൂലം, ഇവിടെ തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ പ്രശ്നങ്ങൾ മൂലം നിങ്ങളിപ്പോൾ സെപ്പറേഷൻ വരെ നിൽക്കുന്നു, അല്ലെങ്കിൽ സെപ്പറേഷൻ വരെ ഒരു ഡിവോഴ്സ് വക്കിലൊക്കെ നിൽക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഒരവസരം കൂടി നിങ്ങൾക്ക് തരികയാണെങ്കിൽ, അതായത് നമുക്ക് തെറ്റുകളൊക്കെ പുറത്ത് നമുക്കൊരിക്കൽ കൂടി നമുക്ക് ക്ഷമിച്ച് മുൻപോട്ട് പോകാം, അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം എന്ന് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഒരു പ്രതികരണം? അതൊന്ന്. രണ്ടാമത്, പിന്നെ നമുക്ക് അത് എന്തൊക്കെയാണ് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും നമുക്കൊരു നല്ല റീഡിങ് നമുക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഡിവൈൻ മെസ്സേജാണ് നമ്മൾ ചോദിക്കുന്നത്, നമ്മളോട് നമുക്ക് ആൻസർ കിട്ടട്ടെ. എല്ലാവരും അവനവൻ്റെ വ്യക്തികളെ ഒന്ന് മനസ്സിൽ കണ്ട് നല്ലതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. മുഖമൊക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. അത് നല്ലതായിരിക്കും. കാരണം നിങ്ങളുടെ ഒരു എനർജി കാര്യങ്ങളൊക്കെ എനിക്കിവിടെ വരും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ഓപ്ഷൻ്റെ പുറകെ പോയ വ്യക്തി എന്നാണ് കാണിക്കുന്നത്. ഓപ്ഷൻ, ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ബാക്കി കൂടെ നോക്കട്ടെ. കുറച്ചൊരു ഫ്ലട്ടി ടൈപ്പ് ആയിരുന്നു എന്നും കാണിക്കുന്നു. ഫ്ലട്ടി ടൈപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് പിന്നെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഗൗരവം ഉണ്ടാവില്ല ഒന്നിലും, പക്ഷേ ഒരു ടൈം പാസിനൊക്കെ ആ രീതിയിൽ ഒക്കെ ജീവിച്ചിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു എനർജിയും കൂടി വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഹാർട്ടൊക്കെ മുറിഞ്ഞൊക്കെയാണ് കാണിക്കുന്നത്. ഈ തേർഡ് പാർട്ടി മൂലം ഒരു ചതി കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ഈ നുണകൾ പറയുക എന്നൊക്കെയുള്ള പരിപാടി, ചീറ്റ് ചെയ്യുക, കാരണം വെച്ചാൽ പറഞ്ഞ് ഫലിപ്പിക്കുക മറ്റുള്ളവരെ. അതിങ്ങനെയായിരുന്നു അല്ലെ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ പേഴ്സണെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ചില ഒരു സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അടുത്ത കാർഡ്, അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്യേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ആ ഭാഗത്ത് നിന്ന് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാർഡുകൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇത്തരം കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളല്ല, നല്ല രീതിയിൽ തന്നെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ, അല്ല ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റില്ല അതിനെ, അതായത് ഒരു ഡിവോഴ്സ് വക്ക് വരെ നിൽക്കുന്നു, സെപ്പറേഷനിൽ നിൽക്കുന്നു എന്നാണ്. ഇവിടെ ഒരു ചതി ഒക്കെ നടന്നിരിക്കുന്നു അല്ലേ, ബാക്ക് സ്റ്റാബിങ്, യെസ്, ഓക്കെ, സോറി, ബാക്ക് സ്റ്റാബിങ് നടന്നിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഉറപ്പാണല്ലോ ചതി, തേർഡ് പാർട്ടിയൊക്കെ വന്നു കഴിയുമ്പോൾ ബാക്ക് സ്റ്റാബിങ് തന്നെ. പിന്നെ ഇതാ കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, കയ്യാങ്കളി വരെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നും കാണിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ സംഭവിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് ഇനി ഒരു
പുതിയ മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയേണ്ടത് അല്ലെങ്കിൽ വരേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് എൻഡാക്കി ഒരു പുതിയ ലൈഫ് തുടങ്ങണം എന്ന് നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇതുവരെ എനിക്ക് ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്, ഞാനത് സമ്മതിക്കുന്നു. ഇനിയും എനിക്കിതിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ. ഒരു സെപ്പറേഷനൊക്കെ ആകുമ്പോൾ അത് മാനസികമായിട്ട് അന്നേരമായിരിക്കും ചിന്തിക്കുന്നത്. അതുവരെ ഒന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല പല കാര്യങ്ങളും. അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെ നമുക്കിവിടെ കാണുന്നു. ഫ്രണ്ട്സുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരുമിച്ച് പോകാൻ ഉള്ള ഒരു മധ്യസ്ഥമൊക്കെ വയ്ക്കാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. നോക്കാം നമുക്ക് കേട്ടോ, എന്തൊക്കെയാണ് നോക്കട്ടെ. അപ്പോൾ ഇവിടെ മതപുരോഹിതന്മാരൊക്കെ ഇടപെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ മതപുരോഹിതന്മാർ ഒക്കെ ഇടപെട്ടിരിക്കുന്നു. അവരെല്ലാവരും ഒരു മധ്യസ്ഥത്തിലേക്ക് വന്നിരിക്കുന്നു. ഫ്രണ്ട്സ്, മതപുരോഹിതന്മാർ, അത്തരം കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വെളിച്ചം ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങൾക്കും ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് കാണുന്നത്. അതായത് എത്രയൊക്കെ ആയാലും ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഫാമിലി അങ്ങനെയുള്ളവരായിരിക്കാം. അതുകൊണ്ട് അവർക്ക് വേണ്ടിയെങ്കിലും ജീവിതം ഇനിയും മുൻപോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. അപ്പോൾ ഇനി സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ബന്ധത്തിലേക്ക് പോകാനും കുഞ്ഞുങ്ങളെ വളർത്താനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ദിവ്യ വെളിച്ചം നിങ്ങളിലേക്ക് കടന്നിരിക്കുന്നു, ഒരു ചിന്ത വന്നിരിക്കുന്നു, ആലോചനകൾ വന്നിരിക്കുന്നു. കുറേ നാളായിട്ടുണ്ടാവണം ഈ ഒരു വിഷയങ്ങളൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരു ചിന്തകൾ ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് എന്നുള്ള ചിന്തകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജഡ്ജ്മെൻ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് എന്താണ് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ കാർഡ് താഴെ കാണിച്ച അപ്പുറത്ത്, എൻ്റെ അപ്പുറത്ത്. യെസ്, ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാനാ തുറകളിൽ നിന്നും എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് മുഖേനയാകാം, നേരത്തെ പറഞ്ഞ മതപുരോഹിതന്മാർ മൂലമാകാം. ഇനി കേസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു ചർച്ചയ്ക്ക് വിധേയരാക്കപ്പെടുന്നു നിങ്ങൾ. അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള നമ്മൾ കോടതിയിലൊക്കെ അങ്ങനെ കുടുംബ കോടതിയിലൊക്കെ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഒരു ശ്രമം അല്ലെങ്കിൽ ഒരു സാധ്യത നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണിക്കുന്നത്. ഒക്കെ കാർഡൊന്ന് മടിച്ച് വെക്കാം. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് വേൾഡാണ്, എനിക്ക് കാണിക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ ആ വേൾഡ് കാർഡ് എന്ന് പറയുമ്പോൾ സക്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ലൈഫ് കൊണ്ടുപോകണം എന്നുള്ള ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് അനന്തരഫലം എന്തെന്ന് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ അനുഭവിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ ആരായിരുന്നാലും, മെയിൽ ഓർ ഫീമെയിൽ ആരായിരുന്നാലും, ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കും, ഇല്ലേ, വേണോ വേണ്ടേ, ഇനി എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും. ആ രീതിയിൽ നമുക്കിവിടെ എന്താണ് ഔട്ട്കം എന്ന് നോക്കാം. ഇവിടെ ഒരുപാട് പ്രോഗ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് 2 of Wands. അപ്പോൾ വിദേശത്തൊക്കെ പോയി കുറച്ച് സാമ്പത്തിക ഭദ്രതകളൊക്കെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സക്സസ് ആയിട്ടൊക്കെ എത്തിയിരിക്കുന്നു നിങ്ങളുടെ പാർട്ട്ണർ എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ആ പഴയ ബന്ധങ്ങളൊക്കെ ഇപ്പോൾ ഇല്ല, അതെല്ലാം മാറിപ്പോയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രോത്താണ് കാണിക്കുന്നത്, ഒരു പുരോഗതി കാര്യങ്ങളാണ് കാണിക്കുന്നത്. ബന്ധത്തിൽ തീവ്രമായി തന്നെ ഉള്ള സ്നേഹവും ഐക്യവും ഒക്കെ വരും എന്ന് തന്നെ കാണിക്കുന്നു. കാരണം നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒരു മിസ്സിങ് എനർജി ഉണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഫാമിലിയെക്കുറിച്ചായിരിക്കാം. ഇവിടെ സിംഗിളാണെങ്കിൽ ആ രീതിയിൽ എടുക്കണം.
ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തിരിച്ചു വരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വളരെയധികം വേദനയും ദുഃഖവും മിസ്സിങ്ങും ഒക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒരു രാജ്ഞിയെ പോലെ വാഴിക്കണം, അല്ലെങ്കിൽ അതേമാതിരി എനിക്കൊരു ലൈഫ് കൊണ്ടുപോകണം, എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ടെന്നൊക്കെ ചിന്തിക്കുന്നു. ഓക്കെ, അപ്പം അടുത്തൊരു കാർഡ് ഏസ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു. കാരണം വെച്ചാൽ എൻ്റെ പിന്നെ ഇനിയിപ്പോൾ സ്വീകരിക്കുമോ എന്നുള്ള അറിയില്ലല്ലോ. നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട്, എങ്കിലും ഒരു പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. സക്സസ് ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത്. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ ഒരു സക്സസ് ആണ് വരുന്നത്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ഒരു വെളിച്ചം കടന്നു വരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാർഡ്സ് നമ്മളോട് പറയുന്നത്. ഡിവൈൻ്റെ ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. ഡിവൈനാണ് നമ്മളോട് പറയുന്നത്, അല്ലാതെ നമ്മൾ വെറുതെ കാർഡ് എടുത്തിട്ട് ചുമ്മാ പറയുന്നതല്ല. അപ്പോൾ നമുക്ക് ഈ കാർഡ്സിൽ ഓരോ കാർഡ്സും വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എനർജിയാണ് നമ്മൾ പറയുന്നത്. ഒരു കാർഡും കൂടെ നമ്മൾ എടുക്കുകയാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് കാണുന്നുണ്ട്. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം സമൃദ്ധിയും കാര്യങ്ങളും ഗ്രോത്ത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ആളുടെ എനർജിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് സാമ്പത്തികം, അതുപോലെ തന്നെ പ്രോസ്പെരിറ്റി കാര്യങ്ങൾ വരുന്നു. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫിലേക്ക് കടന്നു വരുന്നു എന്ന് കാണിക്കുന്നു. സന്തോഷമുള്ള കാര്യം തന്നെയാണ് ബാക്കി കേൾക്കുമ്പോഴൊക്കെ. പക്ഷേ ആദ്യത്തെ വിഷമങ്ങൾ കേട്ടപ്പം നമ്മൾ ഒരു ആശയക്കുഴപ്പത്തിലായിരുന്നു നമ്മൾ. കാരണം വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നല്ലോ ആദ്യത്തെ കാർഡ്സിലൊക്കെ വന്നിരുന്നത് അല്ലേ. സോ അത് നമുക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്. യെസ്. സോ ലാസ്റ്റ് കാർഡ് ഞാൻ എടുത്തു. ലാസ്റ്റ് കാർഡ് ഫാമിലിയാണ് കാണിക്കുന്നത്. 10 ഓഫ് കപ്സ് ആണ്. വളരെ സ്നേഹം നിറഞ്ഞ ഐക്യത്തോടു കൂടി കുഞ്ഞുങ്ങളും ഭാര്യ, ഭർത്താവ്, വീട് എന്ന് വേണ്ട നിങ്ങളുടെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത്, അതായത് ഒരു മനംമാറ്റം ഉണ്ടാകാൻ കാരണം അവനവൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് എനിക്കിനി എൻ്റെ ലൈഫിലേക്ക് എനിക്ക് വേറെ ആരും വേണ്ട, എൻ്റെ എക്സ് മതി എന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പാർട്ട്ണറുടെ എനർജിയാണ് നമുക്കിന്നിവിടെ കിട്ടിയിരിക്കുന്നത്. എല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി എല്ലാം ആലോചിച്ച് തീരുമാനിക്കുക, ഡിവൈന് വിട്ടുകൊടുക്കുക. എല്ലാം ഭഗവാന്റെ ഇഷ്ടയാണെന്ന് കരുതുക. നമ്മളാരും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ ശരി, നമ്മുടെ കരിയർ ആയാലും ഫിനാൻസൊക്കെ ആണെങ്കിലും അതൊന്നും ചില സമയത്ത് നമ്മുടെ കൈകളിലൊന്നും ഒതുങ്ങുന്നതല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.